നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചു. തിരികെ വനത്തിലേക്ക് വിടാൻ സ്പെഷ്യൽ ഡ്രൈവ്. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നു. തേവലക്കര ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യാന്തര യോഗാ ദിനം. വിപുലമായ പരിപാടികൾ. ITBPയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര യോഗാ ദിനം കാട്ടിൽ മേക്കതിൽ ബീച്ചിൽ. വിശദമായ വാർത്തകളിലേക്ക്. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചു. ഇവയെ തിരികെ വനത്തിലേക്ക് വിടാൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് കുറെ ദിവസങ്ങളായി ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. ആനശല്യം ഇവിടെ മൊത്തം ഉണ്ട്. ഇവിടെ അങ്ങോട്ട് എന്റെ പൊന്നി തറവേണ്ട അങ്ങോട്ട് മാറി നോക്കിയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇവിടെ ഇല്ല. അല്ലാതെ മൊത്തം ഇവിടെ ആനയായിരുന്നു. സാറ് അങ്ങോട്ട് ഇറങ്ങി നോക്കുക. അപ്പുറത്തെ ചാനലിന്റെ അവിടെ ആന. പത്തനാപുരം പിറവന്തൂർ മേഖലകളിലെ ജനവാസ മേഖലകളിലാണ് കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. ആനകളെ റിസർവ് വനത്തിലേക്ക് തിരികെ കയറ്റിവിടുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവ് പരാജയപ്പെട്ടു. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് കുറെ ദിവസങ്ങളായി ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. 2 കൊമ്പൻ ഉൾപ്പെടെ 4 ആനകളെ കറവൂർ, കാരിക്കുഴിയിൽ വനപാലകരും നാട്ടുകാരും കണ്ടെത്തി പടക്കം പൊട്ടിച്ച് വനമേഖലയിലേക്ക് പായിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആനകൾ തിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. വരും ദിവസങ്ങളിലും ആനകളെ നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് കയറ്റിവിടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ജ്യോതികുമാർ ചാമക്കാല MLA പറഞ്ഞു. ഇവിടെ ഈ കറവൂർ പ്രദേശത്ത് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ വളരെ തുടർച്ചയായി വരികയും ജനജീവിതത്തിന് ബാധിക്കുന്ന രീതിയിലേക്ക് അവ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഈ ആനകളെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇവിടെ ഈ അലിമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന കറവൂരിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഉള്ള ഏകദേശം 70 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള വനം. ഇതിന്റെ ചുറ്റുപാടും ഇതിന്റെ 4 വശങ്ങളിലും ജനവാസ മേഖലയാണ്. ആകപ്പാടെ ഇതിന്റെ ചെറിയൊരു ഓപ്പണിംഗ് മാത്രമാണ് ഉൾവനത്തിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കിടക്കാനുള്ളത്. ആ ഓപ്പണിങ്ങിലൂടെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ 2 ആനകൾ ഈ ഒറ്റപ്പെട്ട ഈ പ്രദേശത്തേക്ക് ഉൾവനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനെ ഏത് വഴിയിലൂടെയാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതേ വഴിയിലൂടെ തന്നെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു വശം. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. DFO YM ഷാജികുമാർ, ജ്യോതികുമാർ ചാമക്കാല MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കൃഷ്ണ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ, ജനപ്രതിനിധികൾ, വനം വകുപ്പ്, റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാസേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർമാർ എന്നിവരാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായത്. ഇന്ന് നമ്മൾ ആന ദൗത്യം രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. പക്ഷെ ആനയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്തിട്ട് കൂടുതൽ ടീമുമായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്തെങ്കിലും നമുക്കിപ്പോൾ അതിപ്പോൾ നമ്മളെ കൺവട്ടത്തിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെ നിർത്തുന്നതാണ്. അതിൻ്റെ ശരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ 2-3 ദിവസം അതിനെ വാച്ച് ചെയ്തതിന് ശേഷം 25th ഏർലി മോർണിംഗിൽ വീണ്ടും ഈ ആനദൗത്യം പുനരാരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തേവലക്കര ഗ്രാമപഞ്ചായത്ത് അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നു. പട്ടകടവ് മഞ്ചാടിക്കടവിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി പറഞ്ഞു. ജൈവ വൈവിധ്യവും മത്സ്യസമ്പത്തും നിറഞ്ഞ അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പട്ടകടവ് മഞ്ചാടിക്കടവിൽ തേവലക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ഈ സാഹചര്യത്തിൽ കണ്ടൽ വനവൽക്കരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കണ്ടൽക്കാട് അതിൻ്റെ വനവൽക്കരണം തുടങ്ങുമ്പോൾ ഇവിടെ കോസ്റ്റൽ പോലീസുമായി സഹകരിച്ച് ചെയ്യുമ്പോൾ അത് ഒരു ആശയവിനിമയത്തിൻ്റെ കുഴപ്പമായിരുന്നു. യഥാർത്ഥത്തിൽ അത് എൻ്റെ വകുപ്പിൽ പെടുന്നതാണ്. സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗമായി നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനിയും ചെയ്യാം. ഞാനിപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കിതൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഭാവിയിലേക്ക് സാധിക്കും. കാരണം ഈ വനനശീകരണവുമല്ല ലോകമെമ്പാടും നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷത്തിന് പകരമായി വനം ഇത്തരം കണ്ടൽക്കാടുകളടക്കം അല്ലെങ്കിൽ പുതിയ മരം വെച്ച് മാറ്റുമ്പോൾ അതിനൊരു പുതിയ സംവിധാനമുണ്ട്. അത് കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇതിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനുവേണ്ടി കാർബൺ ക്രെഡിറ്റ്സ് കാർബൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിലയിലേക്കുള്ള മരങ്ങൾ നട്ട് വളർത്തുന്നതിന് കാർബൺ ക്രെഡിറ്റ്സ് കിട്ടും. അത് നമുക്ക് വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു വരുമാനമുണ്ട്. ഇതുവരെ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനവും അത് എടുത്തിട്ടില്ല. ഞാൻ കയറിയപ്പോൾ തന്നെ ഇത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള സഹകരിച്ചുള്ള പഞ്ചായത്തുകളും പൊതുജനവുമായി സഹകരിച്ചുള്ള പദ്ധതി അതിലേക്ക് നമുക്ക് ഭാവിയിലേക്ക് ഉൾപ്പെടുത്താം. ഭാവിയിലേക്കല്ല, ഉടൻ തന്നെ ഉൾപ്പെടുത്താം. പക്ഷെ അതിൻ്റെ അന്തിമ രൂപരേഖയാകാൻ കുറച്ച് ദിവസവും കൂടെ എടുക്കും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിൽ അധ്യക്ഷത വഹിച്ചു. ഷംല നൌഷാദ്, ആർ അരുൺരാജ്, ഷെർലി ജേക്കബ്, ജോയിമോൻ അരനല്ലൂർ, ബിസ്മി അനസ്, ഷഹുബാനത്ത്, പാലക്കൽ ഗോപൻ, കോസ്റ്റൽ ഇൻസ്പെക്ടർ ഡി ഗോപി, ബ്ലോക്ക് സെക്രട്ടറി പ്രേംശങ്കർ, പ്രശാന്തൻ, പ്രദീപ് ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. അഷ്ടമുടി കായലിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണവും തീര പരിസ്ഥിതി പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടാണ് കോസ്റ്റൽ പോലീസ്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ടീം, എൻവയോൺമെന്റ് കേരള എന്നിവരുടെ സഹകരണത്തോടെ കണ്ടൽ വനവൽക്കരണം നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ITBPയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര യോഗാ ദിനം സംഘടിപ്പിച്ചു. കാട്ടിൽ മേക്കതിൽ ബീച്ചിലായിരുന്നു പരിപാടി. നൂറനാട് ITBP 27ാം ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് യോഗാ ദിനം സംഘടിപ്പിച്ചത്. നൂറനാട് ITBP 27ാം ബറ്റാലിയൻ കമാൻഡന്റ് ബുദ്ധിപ്രകാശിന്റെ നേതൃത്വത്തിലായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചത്. കാട്ടിൽ മേക്കതിൽ ബീച്ചിലായിരുന്നു പരിപാടി. ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി, ലിയോ മാത്യു കുര്യൻ, അസിസ്റ്റന്റ് കമാൻഡന്റ് റോഷൻ കുമാർ എന്നിവർ യോഗാ ദിനത്തിന് നേതൃത്വം നൽകി. യോഗയിലൂടെ ഒരു നല്ല വാർദ്ധക്യം എന്ന സന്ദേശമാണ് ITBP ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. യോഗയുടെ ഗുണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കായി ക്ലാസും എടുത്തു. ITBPയുടെ 101 സൈനികരും നാട്ടുകാരും യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് 27ാം ബറ്റാലിയൻ ITBP കേരളത്തിലെ ഏക യൂണിറ്റായ ആലപ്പുഴ നൂറനാട് സ്ഥിതി ഉള്ള ITBP യൂണിറ്റ് എന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി പരിപാവനമായ കാട്ടിൽ മേക്കതിൽ അമ്മയുടെ മണ്ണിൽ യോഗ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ITBP ജവാന്മാരെല്ലാം കൊണ്ടുവന്ന് ഇവിടെ യോഗയുടെ പ്രചരണത്തിനും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു യോഗ ശിബിരം നമ്മൾ ഇവിടെ നടത്തിയത്. നാട്ടുകാരിലെ കൂടുതൽ യോഗയെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാനും കാട്ടിൽ മേക്കൽ അമ്പലത്തിൻ്റെ പുണ്യമായ ഈ ഭൂമിയിൽ യോഗ ചെയ്യാൻ സാധിച്ചാൽ ഞങ്ങളെല്ലാം വളരെ സൗഭാഗ്യമുള്ളവരാണ്. ഇത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് അടുത്തുള്ള ബീച്ചാണ്. ഇവിടെ ഭക്തജന ലക്ഷങ്ങൾ എല്ലാ ദിവസവും വന്ന് ആരാധിക്കുന്ന ദേവിയുടെ മടിത്തട്ടിൽ വന്ന് യോഗ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷവും ഭാഗ്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ KSEB സബ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിൽ. കൊട്ടിയം തഴുത്തല സ്വദേശി നസീറാണ് പിടിയിലായത്. ഫുഡ് പ്രോസസിംഗ് കമ്പനിക്ക് വൈദ്യുതി കണക്ഷൻ അനുവദിക്കുന്നതിന് 5000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് ഇയാൾ പിടിയിലായത്. ഫുഡ് പ്രോസസിംഗ് കമ്പനിക്ക് വൈദ്യുതി കണക്ഷൻ അനുവദിക്കുന്നതിനായി 5000 രൂപ കൈക്കൂലി വാങ്ങിയ KSEB സബ് എഞ്ചിനീയറെയാണ് വിജിലൻസ് പിടികൂടിയത്. കൊട്ടിയം തൽത്തല സ്വദേശിയായ നസീറാണ് പിടിയിലായത്. കൊല്ലം വിജിലൻസ് യൂണിറ്റ് DYSP ബൈജു SS-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കുമ്മല്ലൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫുഡ് പ്രോസസിംഗ് കമ്പനിയുടെ ഉടമയിൽ നിന്നാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്.
6 മാസം മുമ്പാണ് സ്ഥാപനത്തിലേക്ക് പുതിയ കണക്ഷനായി ഉടമ KSEBയെ സമീപിച്ചത്. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് കണക്ഷൻ നൽകാതെ സബ് എഞ്ചിനീയർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒടുവിൽ കണക്ഷൻ അനുവദിക്കണമെങ്കിൽ 5000 രൂപ കൈക്കൂലി നൽകണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് സ്ഥാപന ഉടമ കൊല്ലം വിജിലൻസ് യൂണിറ്റിൽ പരാതി നൽകിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് കൈക്കൂലി പണം വാങ്ങുന്നതിനിടെയാണ് സബ് എഞ്ചിനീയറെ വിജിലൻസ് സംഘം പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജില്ലാ മൃഗസംരക്ഷണ കേന്ദ്രം നവീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൃഗസംരക്ഷണ വകുപ്പ് രാജ്യത്തിന് മാതൃകയാകും വിധം പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിന്റെ നവീകരണം സാധ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മൃഗാശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൃഗസംരക്ഷണ വകുപ്പ് രാജ്യത്തിന് മാതൃകയാകും വിധം പരിഷ്കരിക്കും. 258.8 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. നിലവിലുള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളോടുള്ള സ്നേഹവും കരുതലും സഹാനുഭൂതിയും നമ്മൾ മനുഷ്യരോടുള്ളതുപോലെ തന്നെ നമുക്ക് ജന്മന ഉള്ളതാണ്. അത്രമേൽ കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ടാണ് എങ്കിലും പെറ്റ് എന്ന ആ ഒരു വൈകാരികമായ അടുപ്പത്തിലായാലും നമുക്ക് മൃഗങ്ങളുമായി വലിയ ബന്ധം, പക്ഷികളുമായും എല്ലാം വലിയ ബന്ധമാണ്. തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. മൃഗസംരക്ഷണ വകുപ്പൊക്കെ കുറച്ച് ചെയ്യാനുള്ളതാ. പക്ഷെ സംഗതി അങ്ങനെയല്ല കേട്ടോ. എത്രത്തോളം സ്ഥാപനങ്ങളും എത്രത്തോളം ആവശ്യങ്ങളും എത്രത്തോളം പ്രയോജനപ്രദവും ആയ സാമൂഹികമായി നമുക്ക് ഒരുപാട് ഗുണപ്രദവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന, ക്രിയേറ്റീവായി ചെയ്യാൻ കഴിയുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ്. പരിമിതികളെ അവസരങ്ങളായി കണ്ടുകൊണ്ട് അതൊരു സ്നേഹപൂർവമായ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്യമിടുക, ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കഠിനമായി പ്രയത്നിക്കുക. ഏറ്റവും മികച്ച മൃഗസംരക്ഷണ വകുപ്പാക്കി മാറ്റുക എന്നുള്ളതാണ് 5 വർഷക്കാലത്തെ പ്രവർത്തനത്തില് മുഖ്യമായ ഇനമായി കാണുവാൻ ആഗ്രഹിക്കുന്നത്. വാക്സിനേഷൻ കിറ്റ് മന്ത്രി കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ രമാജി ഉണ്ണിത്താൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ S ഷീജ, കൊട്ടാരക്കര പ്രോജക്ട് ഓഫീസർ S ദീപ്തി, ജില്ലാ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ ഹരീഷ്മ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തി. സഞ്ചാരികളുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച. വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രത്യേക സർവീസിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകളാണ് ഉപയോഗിച്ചത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രത്യേക സർവീസിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. പരിശോധനയ്ക്കിടെ സ്ഥലത്തുണ്ടായിരുന്ന 2 ബസ്സുകൾക്ക് സാധുവായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്തു. സർവീസിനായി ഉപയോഗിച്ചിരുന്ന 37 സീറ്റുകളുള്ള 3 ബസ്സുകളും 27 സീറ്റുകളുള്ള 2 ബസ്സുകളും ഉൾപ്പെടെ 5 ബസ്സുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നുവെന്നാണ് വിവരം. 3 ബസ്സുകൾ സ്ഥലത്ത് നിന്ന് മാറ്റിയതായും സംശയമുണ്ട്. പാലരുവി വെള്ളച്ചാട്ടം നിലവിൽ വനംവകുപ്പിന്റെ തെന്മല ഫോറസ്റ്റ് ഡിവിഷന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രത്യേക സർവീസിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ ഉപയോഗിച്ചത്. പാലരുവി ജംഗ്ഷനിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്കുള്ള 4 കിലോമീറ്റർ ദൂരത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അതിനാൽ അധികൃതർ ഒരുക്കുന്ന ബസ് സർവീസുകളെയാണ് സഞ്ചാരികൾ ആശ്രയിക്കുന്നത്. തിരക്കേറിയ സീസണുകളിൽ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്തും സർവീസ് നടത്താറുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തിയെന്ന കണ്ടെത്തൽ സഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതര ആശങ്കയും ഉയർത്തുന്നു. കൊക്കകളും കുത്തനെയുള്ള വളവുകളും നിറഞ്ഞ വനപാതയിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ചെറിയ അപകടം പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കാവുന്ന പാതയാണിത്. ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. എന്നാൽ ഇവയെല്ലാം അട്ടിമറിക്കപ്പെട്ടാണ് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ സർവീസ് നടത്തിയെന്ന കണ്ടെത്തൽ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് പാലരുവി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും വരുമാനമായി ലഭിക്കുന്നത്. സഞ്ചാരികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് യഥാസമയം പുതുക്കുന്നതിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും വീഴ്ച സംഭവിച്ചത് എങ്ങനെയാണെന്ന ചോദ്യവും ഉയരുന്നു. ഓഫ് സീസണിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളും രേഖകളുടെ പുതുക്കലും പൂർത്തിയാക്കാൻ മതിയായ സമയം ലഭിക്കാറുണ്ടെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിച്ചില്ലെന്ന വിമർശനവും ശക്തമാണ്. ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് സർവീസ് തടസ്സപ്പെടാതിരിക്കാൻ നിലവിൽ ഒരു ട്രാവലറും വാടകയ്ക്കെടുത്ത 3 KSRTC ബസ്സുകളും ഉപയോഗിച്ചാണ് സർവീസ് തുടരുന്നത്.
കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. സംസ്ഥാന ബജറ്റ് വെടിക്കെട്ടിലെ ആകാശ വിസ്മയമാണെന്ന പരിഹാസവുമായി BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. വെറും കൺകെട്ട് ബജറ്റാണിത്. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രസംഗം മാത്രമായി ബജറ്റ് മാറിയെന്നും MT രമേശ് പറഞ്ഞു. സംസ്ഥാന ബജറ്റ് വെടിക്കെട്ടിലെ ആകാശ വിസ്മയമെന്ന പരിഹാസവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കാണാനും കേൾക്കാനും ഭംഗിയുണ്ട്, പക്ഷേ നിലവിലെ സാമ്പത്തിക സാഹചര്യവുമായി പൊരുത്തപ്പെടാത്ത ബജറ്റാണെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുന്നു, പക്ഷേ അത് പൂർത്തീകരിക്കാനുള്ള ധനമാർഗം എവിടെയെന്നും MT രമേശ് ചോദിച്ചു. സ്വപ്നങ്ങൾ വാരി വിതറുക എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ ബജറ്റിലില്ല. ആളുകളെ പറ്റിക്കാനായുള്ള കൺകെട്ടാണ് ഈ ബജറ്റ്. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രസംഗം മാത്രമായി ബജറ്റ് മാറിയെന്നും MT രമേശ് ആരോപിച്ചു. ഇത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ മറ്റൊരാവർത്തനം. ഒരു പ്രകടന പത്രിക എന്നല്ലാതെ, കുറെ സ്വപ്നങ്ങൾ വാരി വിതറുക എന്നല്ലാതെ, അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ എന്തെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ എവിടെയും പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു ആകാശ വിസ്മയം മാത്രമാണ്, പൊട്ടിത്തീരുന്നതേ ഉള്ളൂ. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭംഗിയുണ്ടാവുമെന്നല്ലാതെ പിന്നെ എവിടെയും അത് കാണാൻ വേണ്ടി പോകുന്നത്. പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ, ഖജനാവ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയില്ലാതെ ആളുകളെ പറ്റിക്കുന്ന ഒരു കൺകെട്ട് സർക്കസ് ആയിട്ട് മാത്രമേ ഇന്നത്തെ ബജറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSTAയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കുക, ഡ്യൂട്ടിയുള്ള അധ്യാപകർക്ക് പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കൊല്ലം ചിന്നക്കടയിലാണ് ധർണ നടത്തിയത്. സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് നൽകുക, വിദ്യാലയ പ്രവർത്തനം താളം തെറ്റാതിരിക്കാൻ ഡ്യൂട്ടിയിലുള്ള അധ്യാപകർക്ക് പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTAയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ ധർണ നടത്തിയത്. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ അഭൂതപൂർവമായ വളർച്ചയെ തുരങ്കം വയ്ക്കുന്ന പ്രതിലോമ നടപടികളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്ന് PV രാജേഷ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും പ്രതിലോമകരമായി പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയാണ്. സാധാരണയായി അധ്യാപകരെ അങ്ങനെ സ്ഥലം മാറ്റാറില്ലായിരുന്നു. പക്ഷെ അധ്യാപകരെയും നോക്കി പിടിച്ച് സ്ഥലം മാറ്റുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. KSTAയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് BJ ബിനീഷ്, അതുപോലെ തന്നെ മറ്റു സഖാക്കൾ ഒക്കെ തന്നെ ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിന് വിധേയമാവുകയാണ്. പ്രതികാര ബുദ്ധിയോടുകൂടി അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച പ്രിൻസിപ്പളായിരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി സഖാവ് S ജവാദിനെ സോഷ്യൽ മീഡിയയിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ വിരമിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ സസ്പെൻഡ് ചെയ്തൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ അധ്യാപകരോടും ജീവനക്കാരോടും പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന നയങ്ങളിൽ നിന്നും ഈ ഗവൺമെന്റ് പിന്മാറണം. സ്ഥലമാറ്റ നടപടികൾ കാര്യമായ ഏറ്റവും നിയമപരമായ സ്ഥലമാറ്റ നടപടികൾ പൂർത്തീകരിക്കണം. ജില്ലാ പ്രസിഡന്റ് BK ആദർശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ RB ശൈലേഷ് കുമാർ, MS ഷിബു, J ശശികല, ജില്ലാ സെക്രട്ടറി S സന്തോഷ് കുമാർ, ട്രഷറർ VS ബൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വായനാ മാസാചരണത്തിന് കൊല്ലത്ത് തുടക്കമായി. PRDയും PN പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായാണ് മാസാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. അടുത്ത മാസം 18-ന് സമാപിക്കും. ജില്ലാ പഞ്ചായത്ത്, ലൈബ്രറി കൗൺസിൽ, വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് വായനാ മാസാചരണത്തിന് തുടക്കമായത്. വായന ശീലമാക്കുക, ആഴത്തിലുള്ള വായന പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മാസാചരണം സംഘടിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. വായനയിലൂടെ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുകയുള്ളൂവെന്ന് കളക്ടർ പറഞ്ഞു. അത്തരത്തിൽ വളരെ കാലിക പ്രാധാന്യമുള്ള, ഒപ്പം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യം വേണ്ട വായന ഉള്ള ആ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് PN പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വായന നമുക്ക് ലോകത്തിലെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും, ലോകത്തിന്റെ മറ്റ് കൾച്ചറിനെ മനസ്സിലാക്കുവാനും,
ഒപ്പം ചുറ്റുപാടുകളെ മനസ്സിലാക്കുവാനും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കുവാനും നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്താ പറയുന്ന സങ്കടം എന്ന് പറയട്ടെ, ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഡിജിറ്റൽ വേൾഡിലേക്ക് ഒരുപാട് മാറിക്കഴിഞ്ഞു. ഡിജിറ്റലൈസേഷൻ നമുക്ക് വേണ്ടാന്നല്ല, ടെക്നോളജി നമുക്ക് വേണ്ടാന്നല്ല, എന്നാൽ ആവശ്യത്തിലധികം സമയം ഇത്തരം ഗാഡ്ജറ്റ്സിനെ നമ്മൾ ആശ്രയിക്കുന്നത് മൂലം വായനയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ട സമയം വളരെയധികം കുറഞ്ഞു പോകുന്നു. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ ആർ മണിയപ്പൻ അധ്യക്ഷത വഹിച്ചു. SN എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ കെ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി GR കൃഷ്ണകുമാർ, PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി ജ്യോതി KS, അഡ്വക്കേറ്റ് കൈപ്പുഴ റാംമോഹൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അസിസ്റ്റന്റ് MS പ്രശാന്ത്, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം വൈഷ്ണവിനെ അനുമോദിച്ചു. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ വൈഷ്ണവിന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു. സൗത്ത് ഏഷ്യൻ ഗെയിംസായ സോഫ്റ്റ് ബേസ്ബോൾ ടീമിൽ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു. അതിൽ യൂത്ത് കാറ്റഗറിയിലാണ് ഞാൻ പങ്കെടുത്തത്. യൂത്ത് കാറ്റഗറിയിൽ 6 ടീമുകൾ ഉണ്ടായിരുന്നു. അതിൽ ഫൈനലിലേക്ക് എത്തി. നേപ്പാളായിട്ടായിരുന്നു മത്സരം. നേപ്പാളിനെ നല്ല സ്കോറോട് നേപ്പാളിനെ തോൽപ്പിച്ചു. അങ്ങനെ ഇന്ത്യ കിരീടം നേടി യൂത്ത് ടീമിൽ. അങ്ങനെ അതേ കണക്കാണ് സീനിയർ ബോയ്സും കിരീടം നേടി, സീനിയർ ഗേൾസും കിരീടം നേടി. ഇതിനോട്ട് ഞാൻ ആദ്യം സോഫ്റ്റ് ബോളാണ് കളിച്ചു തുടങ്ങിയത്. 6ാം ക്ലാസ് തൊട്ടേ സോഫ്റ്റ് ബോൾ കളിച്ച് ഒരു 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റേറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ എറണാകുളത്ത് വെച്ച് കഴിഞ്ഞു. അത് ജയിക്കാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ വന്ന് +1 ആയപ്പോഴത്തേക്ക് ഇത് സോഫ്റ്റ് ബേസ്ബോൾ എന്ന ഗെയിമും ഉണ്ട്. ബേസ്ബോൾ മാത്രമുള്ള ഒരു ഗെയിമും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ബേസ്ബോളും കളിച്ചു തുടങ്ങി. ബേസ്ബോളിൽ സ്കൂൾ തലം വിജയിച്ചു. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം അഞ്ചൽ കോമളം സ്വദേശി വൈഷ്ണവിനാണ് സ്വീകരണം നൽകിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ വൈഷ്ണവിനെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS ഷിജു, പഞ്ചായത്ത് അംഗം സുജി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ വൈഷ്ണവിന്റെ വീട്ടിലെത്തി അനുമോദിച്ചു. അഞ്ചൽ പഞ്ചായത്തിലെ കോമളം ഗ്രാമം ഇന്ന് അത്യാവശ്യത്തിലാണ്. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പഠനത്തിൽ വിജയം കരസ്ഥമാക്കി വന്ന വൈഷ്ണവ് ഇന്ന് കായിക ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതിഭ ആയി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് കുടുംബവും ഈ ഗ്രാമവും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം തന്നെയാണ്. ആ സന്തോഷത്തിൽ ഒരു നിമിഷം പങ്കുചേരാനും വൈഷ്ണവിനെയും അതോടൊപ്പം കുടുംബത്തെയും എല്ലാം അഭിനന്ദിക്കുന്നതിനും ആശംസകൾ നേരാനും സ്വീകരിക്കുന്നതിനുമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി അല്പനേരം കുടുംബത്തോടൊപ്പം പങ്കുചേരാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്നതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KSRTC ബസിൽ ലൈംഗികാതിക്രമം, യുവാവ് പിടിയിൽ. തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ആന്റണി തോമസ് ആണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു സംഭവം. KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം കാട്ടിയ തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ആന്റണി തോമസ് ആണ് പിടിയിലായത്. ശനിയാഴ്ച പുലർച്ചെ 3:15 സംഭവം. യുവതിയുടെ പരാതിയെ തുടർന്ന് ബസ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഈ സമയം ആന്റണി ബസ്സിൽ നിന്നും ഇറങ്ങിയോടി. യാത്രക്കാർ പിന്തുടർന്ന് പിടികൂടിയാണ് ഇയാളെ പോലീസിനെ കൈമാറിയത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് സംഭവം. ബസ്സിൽ കയറിയത് മുതൽ ഇയാൾ ശല്യക്കാരനായിരുന്നുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചു. തിരികെ വനത്തിലേക്ക് വിടാൻ സ്പെഷ്യൽ ഡ്രൈവ്. തറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നു.
തേവലക്കര ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. അഷ്ടമുടിക്കായൽ പരിസ്ഥിതി വെല്ലുവിളി നേരിടുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യാന്തര യോഗാ ദിനം. വിപുലമായ പരിപാടികൾ. ITBPയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര യോഗാ ദിനം കാട്ടിൽ മേക്കതിൽ ബീച്ചിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.